സയൻസ് ഇവിടെയാണെങ്കിൽ ദൈവം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നേരെ അങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. രണ്ടും രണ്ട് എക്സ്ട്രീം എൻഡ്സിൽ കിടക്കുന്ന കൾച്ചേഴ്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ വീഡിയോയിൽ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിലൂടെ ദൈവം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്തായിരിക്കും അതിനുള്ള റീസൺ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യത്തേത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതും എന്നാൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ്. പൂക്കളിലായിക്കോട്ടെ, ഫ്രൂട്ട്സിലായിക്കോട്ടെ, നമ്മുടെ നേച്ചറിൽ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള സംഭവം ആയിക്കോട്ടെ, എവിടെ നോക്കിയാലും ഈ ഒരു സംഭവം വളരെ കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ 0 എന്നുള്ളൊരു നമ്പർ കൺസിഡർ ചെയ്യാം. അപ്പൊ 0ത്തിന്റെ തൊട്ടടുത്ത നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ 0 1 എന്നുള്ള നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്നുള്ള നമ്പർ ആയിരിക്കും കിട്ടുക. 0 + 1 എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. ഇനി 1 + 1 എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതുപോലെ തന്നെ 1 + 2 എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതുപോലെ തന്നെ 2 + 3 എന്ന് പറയുന്നത് 5 ആയിരിക്കും. 3 + 5 എന്ന് പറയുന്നത് 8 ആയിരിക്കും. 5 + 8 എന്ന് പറയുന്നത് 13 ആയിരിക്കും. അങ്ങനെ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇങ്ങനെ പോകും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ സീരീസ് ആണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മാത്തമാറ്റിക്സിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോകും. സാധാരണ ഒരു ഫ്ലവർ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ഫ്ലവറിന്റെ അകത്ത് ഒരുപാട് പെറ്റൽസ്, അതായത് എതളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഈ എതളുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിനാണ് ശരിക്കും ഇവിടെ പ്രാധാന്യമുള്ളത്. ഒരു റാൻഡം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ചെമ്പരത്തി പൂ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഹിബിസ്കസിന്റെ അകത്ത് ശരിക്കും 5 പെറ്റൽസ് ആണ് ഉള്ളത്. ഈ 5 എന്ന ഒരു നമ്പർ നേരത്തെ കിട്ടിയ സീരീസിന്റെ അകത്തുള്ള ഒരു നമ്പർ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പൂ റാൻഡം ആയിട്ട് എടുത്തിട്ട് അതിന്റെ അകത്തുള്ള എതളുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന സീരീസിന്റെ അകത്ത് എടുത്തിരിക്കുന്ന ഒരു നമ്പർ ആയിരിക്കും അത്. എപ്പോഴും എതളുകളുടെ നമ്പർ മാത്രമാണെന്നില്ല, അതിന് നടുക്കുള്ള ഒരു തരത്തിലുള്ള പാറ്റേൺ ഇല്ല. അതായത് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടുള്ള ഒരുപാട് പാറ്റേൺസ് ഒക്കെ ഉണ്ടാവില്ല ചില പൂക്കൾക്ക്. അതിന്റെ ആ ഒരു സർക്കിൾസിന്റെ നമ്പറും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സീരീസിൽ പെട്ട ഒരു നമ്പറിൽ ഒന്നായിരിക്കും. ഇതിപ്പോ പൂക്കൾ മാത്രമല്ല, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ വെജിറ്റബിൾസിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളിഫ്ലവർ നിങ്ങൾ കൺസിഡർ ചെയ്യാം. കോളിഫ്ലവർ നമ്മൾ മുകളിൽ നിന്നുള്ള ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിൽ സ്പൈറൽ രീതിയിലാണ് അതിങ്ങനെ വരുന്നത്. ഈ സ്പൈറലുകളുടെ എണ്ണം നമ്മളൊന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സീരീസിൽ പെട്ട ഒരു നമ്പർ ആയിരിക്കും അവിടെ വരിക. ഒരു ഫ്രൂട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം, ഒരു പൈനാപ്പിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ആ പൈനാപ്പിളിന്റെ ബോളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഇങ്ങനെ സ്പൈറൽ ഡൗൺ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ സ്പൈറൽ ഫോളോ ചെയ്യുന്നത് ഈ സീരീസിനെ ആയിരിക്കും. പൈനാപ്പിൾ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ഫ്രൂട്ട് ആണ് സ്ട്രോബെറി എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രോബെറിയുടെ പുറത്തും ഇതേപോലെ കുറെ കുരുക്കൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ കുരുക്കളും ഇതേപോലെ തന്നെ ഒരു സ്പൈറൽ രീതിയിലാണ് ശരിക്കും ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതും ഈ പറയുന്ന ഈ സീരീസിൽ പെട്ട ഒരു നമ്പർ ആയിരിക്കും. അപ്പോ മാത്തമാറ്റിക്കലി ഒട്ടും തന്നെ കോംപ്ലക്സ് അല്ലാത്തത് യെറ്റ് വളരെ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന ഒരു സീരീസ് ആണ് ഇത്. ശരിക്കും ഇതിന്റെ പേര് ഫിബനാക്കി സീരീസ് എന്നാണ്. ഈ ഒരു സംഭവം നമ്മുടെ നേച്ചറിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആണ്. അപ്പൊ ചോദ്യം എന്താ വെച്ചാൽ, നേച്ചറിൽ നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ വളരെ റാൻഡം ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമായിട്ടായിരിക്കും നമ്മളെല്ലാവരും ചിന്തിക്കുക. അങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു ലോജിക്ക് അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ സംഭവത്തിലും ഇതേപോലുള്ള ഒരു സീരീസ് ഉള്ളത്? എന്തുകൊണ്ടാണ് ഈ ഒരു എല്ലാ സംഭവവും ഇങ്ങനത്തെ ഒരു സംഭവം ഒബേ ചെയ്ത് ഇങ്ങനെ പോകുന്നത്? ആദ്യത്തേത് ഒരു സീരീസ് ആണെങ്കിൽ രണ്ടാമത്തേത് ഒരു റേഷ്യോ ആണ്. നിങ്ങളിപ്പോ ഈ കാണുന്ന പോലെ 1:1.61 എന്നതാണ് ശരിക്കും ആ ഒരു റേഷ്യോ. ഹ്യൂമൻ ബോഡി, അതായത് മനുഷ്യ ശരീരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അര തൊട്ട് മുകളിലേക്ക്, അതായത് ഹെഡ് വരെയുള്ള ആ ഒരു ഹൈറ്റും ആദ്യത്തെ താഴത്തേക്കുള്ള ഒരു ഹൈറ്റിന്റെ റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1:1.61 ആയിരിക്കും നമുക്ക് കിട്ടുക. അതിപ്പോ നിങ്ങളായിക്കോട്ടെ ആരായാലും ആ ഒരു റേഷ്യോ ഫോളോ ചെയ്യപ്പെടും. നമ്മുടെ എല്ലാവരുടെയും മുഖത്തിന്റെ പ്രൊപ്പോർഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ റേഷ്യോ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യപ്പെടും. മുഖത്തിന്റെ ബ്രെഡ്ത്ത് മുഖത്തിന്റെ ലെങ്ത് എടുത്ത് നോക്കിയാലും ഈ റേഷ്യോ ഫോളോ ചെയ്യപ്പെടും. ഇതൊക്കെ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സംഭവമുണ്ട്. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം, അതായത് DNA. നിങ്ങളിപ്പോ ഈ കാണുന്നതാണ് ഒരു ടിപ്പിക്കൽ DNAയുടെ ഒരു ഡയഗ്രാം, ഒരു വിഷ്വൽ ഡയഗ്രാം ആണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. DNA സ്ട്രാൻഡ്സ് എന്നൊക്കെയാണ് ശരിക്കും ഈ ഒരു സംഭവത്തെ വിളിക്കുന്നത്. നിങ്ങളിപ്പോ ഈ കാണുന്ന പോലെ ഈ ഒരു സംഭവം സ്പൈറൽ ചെയ്ത് താഴത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതും ഈ സ്പൈറലിന്റെ നടുക്കൂടെ ലാഡറിന്റെ സ്റ്റെപ്പ് പോലെ ഒരുപാട് കണക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ബേസ് പെയർ എന്ന് പറയുന്നത്. അപ്പോ ഒരു DNA നിങ്ങൾ കൺസിഡർ ചെയ്യാം. അതായത് സ്പൈറൽ ചെയ്യാത്ത ഒരു DNA നിങ്ങൾ കൺസിഡർ ചെയ്യാം. അതൊരു ഫ്ലാറ്റ് ഒരു ഏണി പോലത്തെ ഒരു സംഭവം നിങ്ങൾ കൺസിഡർ ചെയ്യാം. ആ ഒരു DNA നമ്മളിങ്ങനെ തിരിച്ച് ഇങ്ങനെ ഒരു ഫുൾ സ്പൈറൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആ ഒരു ജോയിന്റ് ഇല്ലേ, ആ ഒരു ഇങ്ങനെ പറയുന്ന ഒരു ബേസ് പെയർ ഇല്ലേ, ആ ബേസ് പെയറിന് 10 എണ്ണം ഉണ്ടെങ്കിലാണ് ആ ഒരു ഫുൾ സ്പൈറൽ കംപ്ലീറ്റ് ചെയ്യുള്ളൂ.
അതും ഈ പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതായത് കംപ്ലീറ്റ് സ്പൈറലിന്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റേഴ്സ് ആണ്. അതും ഈ ഒരു DNA വിഡ്ത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 2.1 നാനോമീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1:1.61 എന്നുള്ള ഒരു റേഷ്യോ നമുക്ക് കിട്ടും. അതായത് നേച്ചറിൽ എവിടെ നോക്കിയാലും ഈ ഒരു റേഷ്യോ വളരെയധികം പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ അമിനോ ആസിഡ്സിന്റെ സീക്വൻസിലായിക്കോട്ടെ എല്ലാത്തിലും ഈ ഒരു സംഭവം വളരെയധികം പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റേഷ്യോ ആണ്. 1:1.61 എന്ന് പറയുന്ന ഒരു റേഷ്യോ, അതിനെയാണ് നമ്മൾ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇതേ ഗോൾഡൻ റേഷ്യോ തന്നെ നമുക്ക് അവിടെ പിരമിഡ് നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെയൊക്കെ മീനിങ് എന്താണെന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. എന്നാൽ അടുത്തത് നമ്മുടെ DNA അകത്ത് കോഡ് ചെയ്തിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഈ ലോകത്തിലുള്ള എല്ലാ സ്പീഷീസിന്റെ അകത്തും ഈ പറയുന്ന DNA ഉണ്ട്. ഈ DNA ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് നമ്മൾ എല്ലാവരും ഡിഫറെന്റ് ആക്കുന്നത്. ഫോർ എക്സാമ്പിൾ മനുഷ്യരുടെ DNA അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു സീക്വൻസ് ഇതാണെന്നുണ്ടെങ്കിൽ ചിമ്പാൻസിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന DNA ഇതായിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയ ഡിഫറൻസ് ആണ് മനുഷ്യരെ മനുഷ്യരാക്കുന്നത്, ചിമ്പാൻസി ആക്കുന്നത്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാം. അപ്പോൾ ഈ കോഡിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ 4 അക്ഷരങ്ങൾ കൊണ്ട് മാത്രമാണ്. അതായത് AGTC എന്ന് പറയുന്ന ഈ 4 അക്ഷരങ്ങൾ കൊണ്ട് മാത്രമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ഈ 4 അക്ഷരങ്ങളുടെ കോമ്പിനേഷന്റെ ഡിഫറൻസ് ആണ് മനുഷ്യരെ മനുഷ്യരാക്കുന്നത്, ചിമ്പാൻസി ആക്കുന്നത്. കോഡ് എന്ന് പറയുമ്പോൾ ഒരു 10-20 അക്ഷരം മാത്രമല്ല, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ലെങ്ത് നീളുന്ന ഒരു വലിയ കോഡിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചോദ്യം എന്താ വെച്ചാൽ, ഇത്രയും പ്രിസൈസ് ആയിട്ട് ഈ 4 അക്ഷരങ്ങളുടെ ഒരു കോഡ് അത് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ഇത് നാച്ചുറലി ഇവോൾവ് ചെയ്ത് വന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഇത്രയും കോംപ്ലക്സിറ്റി എവിടെ നിന്ന് കിട്ടി? എന്നാൽ അടുത്തത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരുപാട് ലോസ് ഓഫ് ഫിസിക്സ്, നമുക്ക് അറിയാവുന്ന പോലെ ഒരുപാട് ഗ്രാവിറ്റി ആയിക്കോട്ടെ, ഈ പറഞ്ഞ സ്പീഡ് ഓഫ് ലൈറ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കോൺസ്റ്റൻസിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു തരത്തിൽ ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ശരിക്കും നമ്മൾ നിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗിറ്റാർ ട്യൂൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഗിറ്റാർ ട്യൂൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് മൊത്തത്തിലേ മാറും. നമ്മൾ ഡിസയർ ചെയ്യുന്ന നോട്ട് ആയിരിക്കില്ല ആ ഗിറ്റാർ തരുന്നത്. അതായത് ആ സൗണ്ട് എൻറ്റയർലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ട്യൂണിങ്ങിനെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിന്റെ അവസ്ഥ. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഗ്രാവിറ്റി എന്നുള്ള ഒരു സംഭവത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അതായത് ക്യാപിറ്റൽ G എന്ന് നമ്മൾ എല്ലാവരും പഠിച്ച ഒരു സംഭവത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 6.67 × 10⁻⁻11 യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂന് നമ്മളൊരു 0.00 നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കുറെ 1 ടൈം നമ്മളൊന്ന് ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അത്രയും ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന യൂണിവേഴ്സേ ഉണ്ടാവില്ല. ഭൂമി ഉണ്ടാവില്ല, സോളാർ സിസ്റ്റം ഉണ്ടാവില്ല, മിൽക്കി വേ ഉണ്ടാവില്ല, ഈ ബ്ലാക്ക് ഹോൾസ് ഒന്നും ഒരു സംഭവം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഈ കാണുന്ന ഒരു സിസ്റ്റമേ ആയിരിക്കില്ല. അതായത് ഗിറ്റാർ നമ്മൾ ചെറിയ രീതിയിൽ ട്യൂൺ ചെയ്തപ്പോൾ ആ സൗണ്ട് മൊത്തത്തിൽ മാറുന്ന പോലെ തന്നെ വേറൊരു റിയാലിറ്റി ആയിരിക്കും ശരിക്കും അവിടെ സംഭവിക്കുക. നമ്മുടെ പ്രപഞ്ചത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ബിഗ് ബാങ് ആണെന്നുള്ളതാണ് ഇപ്പൊ സയന്റിഫിക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് ബാങ്കിന് ശേഷം ഒരു സെക്കൻഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, അതായത് ഒരു പൊട്ടിത്തെറിക്ക് ശേഷമുള്ള ആദ്യത്തെ സെക്കൻഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ബിഗ് ബാങ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എക്സ്പാൻഷൻ ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ എക്സ്പാൻഷന് ഒരു റേറ്റ് ഉണ്ടാവും, ഒരു എമൗണ്ട് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിഗ് ബാങ്ങിന് ശേഷം ഒരു സെക്കൻഡ് കഴിയുമ്പോഴുള്ള ഒരു റേറ്റ് ഓഫ് എക്സ്പാൻഷനെ 100,000 മില്യൺ എന്നുള്ള ഒരു നമ്പറിലെ ഒരു പാർട്ട്, ആ ഒരു പാർട്ടിൽ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റേറ്റ് ഓഫ് എക്സ്പാൻഷന്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അതിന്റെ ഇത്രയും നമ്പറിൽ ഒരു പാർട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അതായത് ഈ റേറ്റ് ഓഫ് എക്സ്പാൻഷന് പകരം അതിങ്ങനെ കണ്ടൻസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഒരു സൂര്യനെ പോലെ ഒരു റൗണ്ട് ആയിട്ട് മാറിയതിനെ, അതായത് ആ ഒരു പൊട്ടിത്തെറി, ആ ഒരു ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു എക്സ്പാൻഡ് ചെയ്ത് നമ്മളിപ്പോ ഈ കാണുന്ന ഒരു പ്രപഞ്ചത്തിന് പകരം ഒരു വലിയൊരു സൂര്യനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇത് മാറിയതിനെ. പക്ഷേ എന്തൊരു കാരണത്താൽ അങ്ങനത്തെ ഒരു സംഭവം അവിടെ സംഭവിച്ചില്ല. അതായത് 100,000 മില്യൺ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ അവിടെ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ബിഗ് ബാങ്ങിന് ശേഷം ഒരു യൂണിവേഴ്സ് തന്നെ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു പ്രപഞ്ചം തന്നെ ഉണ്ടാവുകയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അതായത് ക്യാപിറ്റൽ Gയുടെ വാല്യൂ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സ്റ്റാറുകൾ, അതായത് നക്ഷത്രങ്ങളുടെ കത്തൽ, അതായത് ബേണിംഗ് റേറ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും.
അതോടൊപ്പം തന്നെ ഈ സ്റ്റാറുകൾ വളരെ വേഗത്തിൽ കൊളാപ്സ് ആവുകയും അങ്ങനെ പല പല സിറ്റുവേഷൻസ് അവിടെ സംഭവിക്കും. ഇതിപ്പോ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാറേ ഫോം ചെയ്യില്ല. സ്റ്റാർ ഫോം ചെയ്തില്ലെങ്കിൽ പ്ലാനറ്റ്സ് ഫോം ചെയ്യില്ല. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് കുറെ പൊടിപടലങ്ങളായിട്ട് നിറഞ്ഞത്. അപ്പോൾ പൊടിപടലങ്ങളൊന്നല്ല, ഗ്യാസസ് ഒക്കെ നിറഞ്ഞെടുക്കുന്ന ഒരു വലിയൊരു സ്മോക്ക് പോലത്തെ ഒരു സ്ഥലമായിട്ട് മാറിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ഫൈൻ ട്യൂണിങ് ഒരു കോയിൻസിഡൻസ് ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും കൃത്രിമമായിട്ട് ചെയ്തു വെച്ചൊരു സംഭവം ആയിരിക്കും? ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു തോട്ട് എക്സ്പെരിമെന്റ് മാത്രമായിരുന്നു. പക്ഷെ നമുക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒരു സയൻസിനും ഒരു കാലത്ത് പറയാൻ പറ്റില്ല എന്നാണ് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ഞാനാക്കുന്നതും നിങ്ങളെ നിങ്ങളാക്കുന്ന ആ ഒരു സംഭവം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വരെ നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത് നമ്മുടെ തന്നെ ഒരു റെപ്ലിക്ക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ തന്നെ ഒരു ഫോട്ടോ കോപ്പി ഉണ്ടാക്കി വെച്ചു വിചാരിക്കാം. എന്തെങ്കിലും ഒരു ടെക്കൊക്കെ ഉപയോഗിച്ച് എന്റെ ഒരു ഫോട്ടോ കോപ്പി ഉണ്ടാക്കി വെച്ചു വിചാരിക്കാം. അതായത് എന്റെ എല്ലാ ബ്രെയിൻ സ്ട്രക്ചറും എന്റെ എല്ലാ സംഭവം എന്റെ എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി നിങ്ങൾ വിചാരിക്കാം. അപ്പോ ആ ഉണ്ടാക്കിയ ഫോട്ടോ കോപ്പി ബിഹേവ് ചെയ്യുന്നത് എന്നെ പോലെ തന്നെയായിരിക്കും എന്നാണ് ശരിക്കും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ വിചാരിച്ചിരുന്നത്. അതായത് എന്റെ ആ ഒരു തിങ്കിങ്ങും എന്റെ ആ ഒരു കോൺഷ്യസ്നെസ്സും അതിന്റെ അകത്തേക്ക് പോവും എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം അത് എന്താണെന്നുള്ളത് ആർക്കും ഒരു സയന്റിസ്റ്റിനും ഒരു കാലത്തും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും. പക്ഷേ അത് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരുപാട് വർഷത്തെ റിസർച്ചിന് ശേഷം സയന്റിസ്റ്റുമാർക്ക് ഒരു കാര്യം മനസ്സിലായി. ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് ഉപയോഗിച്ച് ഒരിക്കലും കോൺഷ്യസ്നെസ്സിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നോൺ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണെന്നുള്ളത് എല്ലാവർക്കും കൺക്ലൂഡ് ചെയ്യാൻ പറ്റി. ഇവിടെ ഞാൻ കോൺഷ്യസ്നെസ്സിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ തോട്ടും കോൺഷ്യസ്നെസ്സും തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ രണ്ട് വെവ്വേറെ സംഭവങ്ങളാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യുക. സയന്റിഫിക് ഒബ്സർവേഷൻസിലൂടെ തോട്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഇലക്ട്രിക് സിഗ്നൽസ് വെച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അത് വേറെ എന്തോ ഒരു സംഭവമാണ്. തോട്ട് മാത്രമല്ല, മെമ്മറി ആയിക്കോട്ടെ, തിങ്കിങ് ആയിക്കോട്ടെ, ഇങ്ങനെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ ഫിസിക്കലായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ കോൺഷ്യസ്നെസ് എന്താണെന്ന് ചോദിച്ചത് അത് എന്താ സംഭവം നമുക്ക് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ നോൺ ഫിസിക്കൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന് തോട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ മെമ്മറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, എല്ലാത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് എന്റെ തന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റിനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എന്റെ കോൺഷ്യസ്നെസ്സിനെ പറിച്ച് അതിനകത്തേക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല. രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇതൊക്കെ എങ്ങനെയായിരിക്കും വന്നത്? ഇതിന്റെ ഒറിജിൻ എന്തായിരിക്കും? ആരായിരിക്കും ഈ ഒരു സംഭവം ഇവിടെ കൊണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തത്? ആരായിരിക്കും നമ്മുടെ യൂണിവേഴ്സിനെ ഇങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്? അതായിരിക്കും എല്ലാവരും വിശ്വസിക്കുന്ന ഈ ദൈവം എന്നുള്ള ഒരു സംഭവം? അതോ ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. എന്തായാലും നമ്മുടെ റിസർച്ച് അങ്ങനെ തന്നെ ഉണ്ടാവും. സയൻസ് എന്ന് പറയുന്നത് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് മാത്രമാണ്. അപ്പോ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചാനൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊന്ന് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.